SDPI വോട്ട് വേണ്ടെന്ന വി.ഡി. സതീശന്റെ നിലപാട് തള്ളി UDF സ്ഥാനാർത്ഥികൾ. മഞ്ചേശ്വരത്ത് ആരുടെ വോട്ടും സ്വീകരിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി A.K.M. അഷറഫ്. BJPയെ തോൽപ്പിക്കാൻ ആരുടെ വോട്ടും സ്വീകരിക്കുന്നതിൽ തെറ്റില്ലെന്നും PMA സലാം ഉൾപ്പെടെ നിലപാട് വ്യക്തമാക്കിയതാണെന്നും അഷറഫ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ആത്മവിശ്വാസമുള്ളപ്പോൾ ചോദിക്കട്ടെ, SDPI നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത്തരം വോട്ടുകൾ സ്വീകരിക്കുന്ന ഒരു നിലപാടിലേക്ക് പോകും? തീർച്ചയായും. ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. മഞ്ചേശ്വരത്ത് BJPക്കെതിരെയാണ് ഞങ്ങളുടെ നീക്കം. BJPക്കെതിരെ ആരെ വോട്ടും ഞാൻ സ്വീകരിക്കും. BJPയെ തോൽപ്പിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ വി.ഡി. സതീശൻ അങ്ങനെയല്ല പറയുന്നത്. SDPയുടെ വോട്ട് ഒരിക്കലും വേണ്ട എന്ന നിലപാടാണ് എടുക്കുന്നത്. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. PMA സലാം സാഹിബ് ഇന്നൊരു പ്രസ്താവന ഞാൻ കണ്ടു. PMA സലാം ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞു, ഇലക്ഷനിൽ എല്ലാവരുടെയും വോട്ട് വാങ്ങണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഞങ്ങളുടെ നിലപാട്. എല്ലാവരുടെയും വോട്ട് വേണമെന്നാണ് നിലപാടെന്ന് നേമത്തെ UDF സ്ഥാനാർത്ഥി KS ശബരിനാഥൻ. ആളുകൾ യുക്തിക്കനുസരിച്ച് വോട്ട് ചെയ്യും. വോട്ടിംഗ് ശതമാനം കൂട്ടണമെന്നാണ് അഭിപ്രായമെന്നും ശബരിനാഥൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മുകളിലുള്ള എല്ലാ ആളുകൾക്കും വോട്ടവകാശമുണ്ട്. ആളുകൾ യുക്തിക്കനുസരിച്ച് വോട്ട് ചെയ്യും. എല്ലാവരും വന്ന് വോട്ട് ചെയ്യണം എൻ്റെ അഭിപ്രായം. വോട്ടർ ടേൺ ഔട്ട് കൂട്ടണമെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരുടെയും വോട്ട് വേണം. എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമാണ്. വോട്ടിംഗ് ഈസ് എ റൈറ്റ്. ആ റൈറ്റ് എല്ലാവരും വിനിയോഗിക്കണം. ഇഷ്ടമുള്ള ആൾക്ക് വോട്ട് ചെയ്തു, പക്ഷെ എല്ലാവരും വോട്ട് ചെയ്യണം. ഈ വി.ഡി. സതീശൻ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് SDPയുടെ വോട്ട് വേണ്ട എന്നാണ്. എല്ലാവരും വന്ന് വോട്ട് ചെയ്യണം. ഇഷ്ടമുള്ള ആൾക്ക് വോട്ട് ചെയ്തു, അതാണ് നിലപാട്. പക്ഷെ വന്ന് വോട്ട് ചെയ്യണം. വോട്ടിന്റെ വിലയാണ്. പിന്നെ പശ്ചാത്തലത്തിൽ കാര്യമില്ല. സ്ഥാനാർത്ഥികൾ എല്ലാവരുടെയും വോട്ട് വേണമെന്നേ പറയൂ എന്നും താൻ പറഞ്ഞത് UDFന്റെ പൊതു നിലപാടാണെന്നും വി.ഡി. സതീശൻ പ്രതികരിച്ചു. അതൊക്കെ സ്ഥാനാർത്ഥികൾ അങ്ങനെയല്ലേ പറയുള്ളൂ. സ്ഥാനാർത്ഥികൾ അങ്ങനെയല്ലേ പറയുള്ളൂ. സ്ഥാനാർത്ഥി ആരുടെ പിന്തുണ കിട്ടിയാലും സ്വീകരിക്കുന്നതല്ലാതെ സ്ഥാനാർത്ഥി പറയണ്ട. അങ്ങനെയല്ലേ സ്ഥാനാർത്ഥികൾ പറയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, പൊതുവായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം മാറ്റിയിട്ടില്ല UDF. മാറ്റിയാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. UDFന്റെ തീരുമാനം. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ആണ് ചേരുന്നുള്ളത്. ഹാൻസ്, SDPI വോട്ടിന്റെ കാര്യത്തിൽ രണ്ട് തട്ടിലാണോ UDF? ലിനിഷ, നിലവിലെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം UDF ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDPയുടെ വോട്ട് തങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ്. വർഗീയ പരാമർശമുള്ള അല്ലെങ്കിൽ വർഗീയത വിളമ്പുന്ന ആളുകളുടെ വോട്ട് തങ്ങൾക്ക് വേണ്ട എന്നുള്ള നിലപാടിൽ പ്രതിപക്ഷ നേതാവ് നിൽക്കുമ്പോൾ, പക്ഷേ സ്ഥാനാർത്ഥികളുടെ പ്രതികരണം അത്തരത്തിലല്ല ഉള്ളത്. കാരണം മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി A.K.M. അഷറഫ് തന്നെ ആദ്യം വി.ഡി. സതീശൻ്റെ നിലപാടിനെ തള്ളി രംഗത്തെത്തി. മഞ്ചേശ്വരത്ത് BJPയെ തോൽപ്പിക്കാൻ ആരുടെയും വോട്ട് സ്വീകരിക്കും എന്നാണ് അഷറഫിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണമുണ്ടായത്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രതികരണം തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുകൂടി A.K.M. അഷറഫ് പറയുകയുണ്ടായി. സമാനമായ പ്രതികരണം തന്നെയാണ് നേമത്തെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള KS ശബരിനാഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിനോടകം തന്നെ നേമത്തെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള V. ശിവൻകുട്ടി ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയില്ല എന്നുള്ള പ്രതികരണം നിർത്തി. സമാനമായ പ്രതികരണം തന്നെയാണ് KS ശബരിനാഥന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എല്ലാവരുടെയും വോട്ട് വേണം എന്നുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതെങ്കിലും തരത്തിൽ ആരുടെയെങ്കിലും വോട്ട് വേണ്ട എന്ന് പറയുന്നില്ല. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്നുമില്ല KS ശബരിനാഥൻ. 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള ആർക്കും വോട്ട് ചെയ്യാം. അത് എല്ലാവരും ഈ വോട്ട് വിനിയോഗിക്കണം. ഒപ്പം തന്നെ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് യുക്തിസഹമായി അവരവർക്ക് തീരുമാനിക്കാം എന്നുള്ള ഒരു പ്രതികരണം കൂടി KS ശബരിനാഥന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഈ നിയമത്തടക്കം വലിയ രീതിയിൽ SDPക്ക് വോട്ടുണ്ട്. ഈ മണ്ഡലത്തിൽ ആര് വിജയിക്കും എന്നതടക്കം തീരുമാനിക്കാൻ കഴിയുന്ന സ്ഥിതിയാണ് SDPക്ക് ഉള്ളത്. ഒപ്പം തന്നെ BJPയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള V. ശിവൻകുട്ടിയെ പിന്തുണയ്ക്കുമെന്നും SDPI പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ വി.ഡി. സതീശൻ യാതൊരു വിധത്തിലും മറ്റ് നേതാക്കളെ തള്ളുന്ന നിലപാട് വി.ഡി. സതീശന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സതീശൻ പറയുന്നത് സ്ഥാനാർത്ഥികൾ ഏതെങ്കിലും തരത്തിൽ ആരുടെയെങ്കിലും വോട്ട് വേണ്ട എന്ന് പറയുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ള പ്രതികരണമാണ് വി.ഡി. സതീശന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. UDF ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് UDFന്റെ ഒരു സമഗ്രമായ നിലപാടാണ് അല്ലെങ്കിൽ ഒരു പൊതു നിലപാടാണ് താൻ പറഞ്ഞത് എന്നുള്ള പ്രതികരണമാണ് വി.ഡി. സതീശന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും ഈ സമാനമായ പ്രതികരണം തന്നെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ മറ്റ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഏറ്റവും നിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആരുടെയും വോട്ട് വാങ്ങി എങ്ങനെയെങ്കിലും ഭരണത്തിലേക്ക് എത്താനുള്ള ഒരു ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ അടക്കമുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ SDPയുടെ വോട്ട് വേണ്ട എന്ന് പരസ്യമായി പറയാൻ നേതാക്കൾ ആരും തന്നെ തയ്യാറാകുന്നുമില്ല. നിനിഷ, ശരി, നന്ദി ഹാൻസ് ജോൺ വിവരങ്ങൾക്ക്. ഇപ്പോൾ